ഏതാണ് കറക്റ്റ്? യു നീഡ് നോട്ട് വറി, യു ഡോണ്ട് നീഡ് ടു വറി. ഈ രണ്ട് സെൻറ്റൻസിൽ ഏതാണ് കറക്റ്റ്? രണ്ട് സെൻറ്റൻസും കറക്റ്റ് തന്നെയാണ്. പക്ഷേ രണ്ട് സെൻറ്റൻസിലും നീഡ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് രീതിയിലാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീഡ് ഒരു മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, നീഡ് ഒരു മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായില്ല. ചില സെൻറ്റൻസുകളിലൊക്കെ നീഡ് ടു ഗോ എന്ന് കാണാറില്ലേ? അതേസമയം വേറെ ചില സെൻറ്റൻസുകളിൽ നീഡ് ഗോ എന്നും കാണാറുണ്ട്. അവിടെയൊക്കെ എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെസൺ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ ലെസണിൽ നമ്മൾ എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള ഗ്രാമർ റൂൾ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സാമ്പിൾസും നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് നീഡ് എങ്ങനെയാണ് ഒരു മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നീഡ് ആസ് എ മെയിൻ വേർബ്, ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നീഡ്. ഈറ്റ് എന്ന് പറയില്ലേ, വാക്ക്, റൺ, പ്ലേ, റീഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു മെയിൻ വേർബ് ആണ് നീഡ്. അങ്ങനെ നീഡ് ഉപയോഗിക്കാം. അതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതും. അതിൻ്റെ മീനിങ് റിക്വയർ, അതായത് ആവശ്യം വരിക എന്നുള്ള മീനിങ്. അപ്പോൾ ആദ്യത്തെ റൂൾ, ഇതിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ റൂൾ മനസ്സിലാക്കേണ്ടത് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ഫോം. ഇപ്പോൾ ഈറ്റ്, ഈറ്റ്സ്, എയ്റ്റ്, ഈറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. നീഡ് ചില സമയങ്ങളിൽ നീഡ് എന്നുപയോഗിക്കാം, ഇനി നീഡ്സ് എന്നുപയോഗിക്കാം, നീഡിങ് എന്നുപയോഗിക്കാം, നീഡഡ് എന്നൊക്കെ ഉപയോഗിക്കാം. ഐ നീഡ്, യു നീഡ്, ഹി നീഡ്സ്, ഷീ നീഡ്സ്, ദേ നീഡ്, വി നീഡ്, അങ്ങനെ വി നീഡഡ്, ദേ നീഡഡ്, ഐ നീഡഡ്. പിന്നെ രണ്ടാമത്തെ റൂൾ മനസ്സിലാക്കേണ്ടത് നീഡിൻ്റെ ഒപ്പം ടു ഉപയോഗിക്കാം. നീഡ് ടു എന്ന് ഉപയോഗിക്കാം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ നീഡ് ടു പ്ലസ് വേർബ്. ടു പ്ലസ് വേർബ് എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ ബേസ് ഫോം. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കാം, പിന്നെ നീഡ് ടു വേർബ്. അതല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഒപ്പം പ്ലസ് നൗൺ ഉപയോഗിക്കാം. ഐ നീഡ് ടു സ്റ്റഡി ഫോർ മൈ എക്സാം. ഐ നീഡ് കഴിഞ്ഞിട്ട് ടു സ്റ്റഡി. അപ്പോൾ നീഡ് എന്നത് കഴിഞ്ഞ് ടു, പിന്നെ ഒരു വേർബിൻ്റെ ബേസ് ഫോം ഐ നീഡ് ടു സ്റ്റഡി ഫോർ ദി എക്സാം. ഷീ നീഡ്സ് എ ന്യൂ ബാഗ്. നോക്കൂ, ഷീ നീഡ്സ് എ ന്യൂ ബാഗ്. ഷീ സബ്ജക്റ്റ്, നീഡ്സ് എന്നത് അവിടെ ഒരു മെയിൻ വേർബാണ്, പിന്നെ ഒരു നൗൺ എ ബാഗ്, എ ന്യൂ ബാഗ് എന്നത് നൗൺ ആണ്. അപ്പോൾ അങ്ങനെയും ഉപയോഗിക്കാം. ഡു യു നീഡ് ഹെൽപ്പ്? നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടോ? നീഡ് ഹെൽപ്പ്, ഹെൽപ്പ് എന്നത് അവിടെ നൗൺ ആണ്. വി ഡോണ്ട് നീഡ് ടു വേക്കപ്പ് ഏർലി ടുമാറോ. നാളെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ടു വേക്കപ്പ്. ടു കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദ വേർബ് വേക്കപ്പ്. ഹി നീഡഡ് മണി ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച അവന് പൈസ ആവശ്യം വന്നു. ഹി നീഡഡ്, നോക്കൂ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. അപ്പോൾ ഇത് മെയിൻ വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് നീഡ് എന്ന വേർഡ്. അപ്പോൾ ഡു, ഡസ്, ഡിഡ് ഒക്കെ ഇതിൻ്റെ ഒപ്പം നീഡ്, നീഡ്സ്, നീഡഡ് എന്നൊക്കെ ഉപയോഗിച്ചില്ലേ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് മെയിൻ വേർബിലാണ്, മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. ഇതാണ് സാധാരണ നമ്മൾ ഡെയിലി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതും. ഇനി നീഡ് എങ്ങനെയാണ് ഒരു മെയിൻ വേർബ് അല്ലാതെ ഒരു മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുന്നത്? നീഡ് ആസ് എ മോഡൽ വേർബ്, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേർബ്സ് ആണ്. ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നീഡും നമുക്ക് ഒരു മോഡൽ വേർബായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നീഡ് മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുന്നത് ഫോർമൽ സിറ്റുവേഷൻസിലാണ്. ബുക്സിലും ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് ഫോംസിലും ഒക്കെ ഇത് കാണാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത റൂൾ നമ്പർ 1, ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നോ ചേഞ്ച്, എപ്പോഴും നീഡ് എന്ന് തന്നെ ഉപയോഗിക്കണം. നീഡ്സ് എന്നോ നീഡഡ് എന്നോ നീഡിങ് എന്നോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ക്യാൻ എന്നത് നമുക്ക് ക്യാൻസ്, ക്യാൻഡ് എന്നൊക്കെ ഉപയോഗിക്കുമോ? ഇല്ല.
അത് മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അത്തരം ചേഞ്ചസ് ഒന്നും പാടില്ല. അതുപോലെ തന്നെ ടു എന്നും ഉപയോഗിക്കാൻ പാടില്ല, നീഡ് ടു എന്ന് ഉപയോഗിക്കാൻ പാടില്ല മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ ഡു, ഡസ് ഒന്നും ഇതിൻ്റെ ഒപ്പം ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് റൂൾ നമ്പർ 2. സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ് കഴിഞ്ഞാൽ നീഡ്, പിന്നെ വേർബ്, വേർബിൻ്റെ ബേസ് ഫോം. അങ്ങനെയല്ലേ മറ്റുള്ള മോഡൽ വേർബ്സിലൊക്കെ ഉപയോഗിക്കുന്നത്? നെഗറ്റീവ് ഫോം ആണെങ്കിൽ നീഡ് നോട്ട് എന്ന് ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ നീഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, പിന്നെ ബേസ് ഫോം ഓഫ് ദ വേർബ്. ഇതാണ് സ്ട്രക്ചർ. മോഡൽ വേർബായിട്ട് ഉപയോഗിക്കും. യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഫോം ടുഡേ. മോഡൽ വേർബായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഫോം ടുഡേ. നിങ്ങൾക്ക് ആ ഫോമിന് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. നീഡ് ഐ കം ടു ദ മീറ്റിംഗ്? നീഡ് ഐ കം ടു ദ മീറ്റിംഗ്. ശ്രദ്ധിക്കൂ, മോഡൽ വേർബ് ക്യാൻ, കുഡ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നീഡ് ഐ, ക്യാൻ ഐ, കുഡ് ഐ എന്നൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നീഡ് ഐ കം ടു ദ മീറ്റിംഗ്, ഞാൻ മീറ്റിങ്ങിൽ വരേണ്ടതുണ്ടോ എന്നാണ്. ഡു ഐ ഹാവ് ടു കം എന്നാണ് ചോദിക്കുന്നത്. ഷീ നീഡ് ഹാർഡ്ലി ഷൗട്ട്. ഷീ നീഡ് ഹാർഡ്ലി ഷൗട്ട്. ഷീ നീഡ് ഹാർഡ്ലി ഷൗട്ട്. വി ക്യാൻ ഹിയർ ഹെർ. നമുക്ക് അവളെ കേൾക്കാം, അവൾ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. യു നീഡ് നോട്ട് വറി, ഐ ഹാവ് ഗോട്ട് ദിസ്. യു നീഡ് നോട്ട് വറി. വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കത് കിട്ടി. അവിടെ നീഡ് നോട്ട്. ഇതൊക്കെ മോഡൽ വേർബ്സ് ആയിട്ടുള്ള ഉപയോഗങ്ങളാണ്. നീഡ് വി ഡിസ്കസ് ദിസ് നൗ? ഇപ്പോൾ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. നീഡ് വി ഡിസ്കസ് ദിസ് നൗ? ഇവിടെയുള്ള സെൻറ്റൻസുകളിലൊക്കെ ശ്രദ്ധിച്ചില്ലേ, അവിടെ ഒരു ടു ആവശ്യമില്ല, നോ ടു. അതുപോലെ തന്നെ നോ, ഡു, ഡസ്, ഡിഡ്. ഇപ്പോൾ നമ്മൾ രണ്ടും മനസ്സിലാക്കി. ഒരു മെയിൻ വേർബായിട്ട് നീഡ് എങ്ങനെ ഉപയോഗിക്കും, അതുപോലെ തന്നെ മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന്. ഇനി അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ് ഒന്നുകൂടി നമുക്ക് നോക്കാം. മെയിൻ വേർബായിട്ട് നീഡ് ഉപയോഗിക്കുമ്പോൾ നീഡ്സ്, നീഡഡ്, നീഡിങ് ഇതൊന്നും പാടില്ല. മെയിൻ വേർബായിട്ട് നീഡ് ഉപയോഗിക്കുമ്പോൾ നീഡ്സ്, നീഡഡ്, നീഡിങ് ഒക്കെ ആകാം. അതേസമയം മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു ചേഞ്ചും വരില്ല, നീഡ് എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇറ്റ് നെവർ ചേഞ്ചസ്. പിന്നെ വേറൊന്ന് ടു എന്ന് മെയിൻ വേർബ് ആണെങ്കിൽ ഉപയോഗിക്കാം. യൂസസ് ടു. ഫോർ എക്സാമ്പിൾ നീഡ് ടു ഗോ. മോഡൽ വേർബ് ആണെങ്കിലോ നോ ടു, നീഡ് ഗോ എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ യൂസസ് ഡു. ഡു ഉപയോഗിക്കാം മെയിൻ വേർബ് ആകുമ്പോൾ. ഡു യു നീഡ് എന്ന് ചോദിക്കാം. അതേസമയം മോഡൽ വേർബ് ആകുമ്പോൾ നീഡ് യു എന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഇനി മെയിൻ വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോമൺ ഇൻ സ്പീക്കിംഗ് ആണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. പക്ഷേ ഫോർമൽ വേയിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് സാധാരണയായിട്ട് കൂടുതലും റൈറ്റിങ്ങിന്, മോസ്റ്റ്ലി റൈറ്റിംഗ് ആണ് മോഡൽ വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് പറയാം. ടു എന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് മെയിൻ വേർബാണ്. സാധാരണ നമ്മുടെ കോൺവെർസേഷനിലൊക്കെ 90% നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ വേർബായിട്ട് തന്നെയാണ്. പക്ഷേ എക്സാംസിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് മോഡൽ വേർബ്സ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് ഒരു ക്വിക്ക് പ്രാക്ടീസ് ആവാം. ഒരു 4 സെൻറ്റൻസസ് ഞാൻ പറയാം. അത് മെയിൻ വേർബ് ആയിട്ടാണോ നീഡ് ഉപയോഗിച്ചിരിക്കുന്നത്, അതല്ല മോഡൽ വേർബ് ആയിട്ടാണോ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഫസ്റ്റ് വൺ, വി നീഡ് ടു ഫിനിഷ് ദിസ് പ്രോജക്റ്റ്. സെക്കൻഡ് വൺ, നീഡ് ഐ ബ്രിങ് മൈ ID കാർഡ്? തേർഡ് വൺ, ഷീ ഡസൻറ്റ് നീഡ് എനി ഹെൽപ്പ്. ഫോർത്ത് വൺ, യു നീഡ് നോട്ട് ബി അഫ്രൈഡ്.